ഹായ് ഗായ്സ്, നമ്മൾ വന്നിരിക്കുന്നത് നമ്മളുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മളുടെ ബർത്ത്ഡേ ദിവസം. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ അത്ര നേരം ഉറങ്ങാണ്ട് ആ സമയമായപ്പോൾ കിടന്നുറങ്ങിയായിരുന്നു. അങ്ങനെ നമ്മൾ ഡെക്കറേഷൻസും എല്ലാം കാലത്തെ തന്നെ ചടപടേന്നായി നടന്നു. എല്ലാവരും ഒന്നിച്ച് കിട്ടിയ സന്തോഷവേളയിൽ എല്ലാവരെയും പകർത്താമെന്ന് വിചാരിച്ചു. അനിയത്തിൻ്റെ അടുത്താണ് ഞാൻ ഫോൺ കൊടുത്തത് വീഡിയോസ് എല്ലാവരുടെയും എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ വന്ന് അപ്പോൾ കുട്ടിയുടെ അച്ഛൻ ഫുഡൊക്കെ എടുക്കുകയാണ്. അങ്ങനെ കുഞ്ഞിപ്പെണ്ണ് എഴുന്നേറ്റ് പിന്നെ എല്ലാത്തിനുമായിട്ട് അവൾ സെറ്റായി വന്നു. അപ്പോഴേക്കും നമ്മളുടെ കേക്ക് മുറിക്കുന്നതിൻ്റെ സമയമായി. അങ്ങനെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് നമുക്ക് ഈ കേക്ക് ഓർഡർ ചെയ്തത്. നല്ല കേക്കാണ്. പിന്നെ രണ്ടാമത്തെ കേക്ക് ഞങ്ങൾ പറഞ്ഞത് പിക്കാച്ചു മോഡലാണ്, പക്ഷേ കിട്ടിയത് ഇങ്ങനെയാണ്. എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അകത്ത് ചോക്ലേറ്റൊക്കെ ഫില്ല് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രണ്ട് കേക്കിനും. കേക്ക് മുറിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും കൈകൊട്ടലും ഹാപ്പി ബർത്ത്ഡേ പാടലും അങ്ങനെയൊക്കെ ആയപ്പോൾ കുറച്ച് നേരം കൊച്ചി ഇങ്ങനെ നോക്കിയൊക്കെ നിന്ന് എന്താണ് ഇവിടെ സംഭവിക്കണത്, എല്ലാവരും ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കുറച്ച് നേരമൊക്കെ കൊച്ചി നിന്ന്. പിന്നെ കേക്കൊക്കെ ആസ്വദിച്ച് കഴിച്ച് എല്ലാവരും വന്ന് കേക്കൊക്കെ കൊടുത്ത് അങ്ങനെ ഫുള്ള് ഹാപ്പി ആയിരുന്നു. എല്ലാവരെയും വിളിച്ചൊരു ചെറിയ രീതിയിലാണ് നമ്മളുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ നടത്തിയത്, ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു. പിന്നെ ഞങ്ങൾ കേക്കെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഞാനും ചേട്ടനും കൊച്ചും പിന്നെ ഇവിടുത്തെ അച്ഛനും അമ്മയും പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ചേട്ടനും കൂടെ അടുത്ത ഒരു കുഞ്ഞിപ്പിള്ളേരുടെ ഒരു ആശ്രമം പോലെ ഉണ്ടായിരുന്നു. അവിടെ ഫുഡൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ചെന്നാണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതും. അവരുടെ ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ആണ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചത്. അവിടെ ചെന്നപ്പോൾ നമ്മുടെ കുഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരോടും ഒച്ചയും ബഹളമൊക്കെ എടുത്ത് പ്രാർത്ഥനയുടെ ഇടയിലും നമ്മുടെ കൊച്ചി ഫുൾ എൻജോയ്മെൻ്റ് ആയിരുന്നു. അവളുടെ ഒച്ച മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ അന്ന് നൈറ്റ് എൻ്റെ ഒരു ബ്രദറും വൈഫും വന്നു. അവർ കൊണ്ടുവന്നതാണ് ഈ ജീപ്പും. അത് അന്നേരം നൈറ്റ് ഇരുന്നപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഇരുന്നു. പിറ്റേ ദിവസം കാലത്തെ അച്ഛനും മോളും വണ്ടി ഓടിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു റൗണ്ട് ചുറ്റിയതിനൊക്കെ ശേഷം ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അവർ ശബരിമലക്ക് പോകുന്നതുകൊണ്ട് അവിടെയൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലെത്തി. അവിടെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഷോപ്പിലെത്തി. അവിടെ ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, അവൻ പാട്ടൊക്കെ പാടുന്നിരുന്നു. വാവനെ പറ്റിയ അന്നേ